അറസ്റ്റിലായ മഞ്ചേരി പാണ്ടിക്കാട് സ്വദേശി മുഹമ്മദ് ഷിഹാബ് ഹവാല സ്വർണ്ണക്കടത്തുകളിലും കവർച്ചാ കേസുകളിലും പ്രതിയാണ്. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയും ദേശീയ ഉപാധ്യക്ഷനുമായ എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ പ്രചാരണത്തിനാണ് ഷിഹാബ് ചുക്കാൻ പിടിച്ചത്. ജില്ലാ കൺവെൻഷനിൽ കേന്ദ്ര നേതാക്കളോടൊപ്പം ഷിഹാബ് വേദി പങ്കിട്ടു. Then the feeling of our workers you can see. മഞ്ചേരിയിൽ കുടുംബയോഗങ്ങൾക്ക് നേതൃത്വം നൽകി. ഒ.ബി.സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കെ സുരേന്ദ്രന്റെ അടുത്ത അനുയായിയുമായ അഡ്വക്കേറ്റ് രശ്മിനാഥാണ് ഷിഹാബിനെ ബി.ജെ.പിയുമായി അടുപ്പിച്ചത്. ജില്ലാ ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനം. കള്ളക്കടത്തിന് ബി.ജെ.പി നേതാക്കളുമായുള്ള അടുപ്പം ഷിഹാബ് ഉപയോഗപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത്. കള്ളക്കടത്ത് സ്വർണവും ഹവാല പണവും നഷ്ടമാകുന്ന കേസുകളിൽ കൊട്ടേഷൻ എടുത്ത് കരിയർമാരെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും വീണ്ടെടുക്കുകയാണ് ഷിഹാബിന്റെ രീതി. But some people are making fool of. When election is on, the many big leaders they come and they let lie. क्या बोलते हैं इसको? 2014 കൊടുവള്ളി സ്റ്റേഷനിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലടക്കം 2 കേസുകൾ ഷിഹാബിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിലും ഷിഹാബ് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ചയിലെ മുഖ്യ സൂത്രധാരൻ കൊടുവള്ളി വാവാട് സ്വദേശി സുഫിയാനാണ് ഷിഹാബിന് കൊട്ടേഷൻ നൽകിയിരുന്നത്. അർജുനായിക്ക് തട്ടിയ സ്വർണത്തിൽ ഷിഹാബിന്റേതും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. കേസിൽ ഷിഹാബ് അറസ്റ്റിലായതോടെ പാർട്ടിയുമായി ബന്ധമില്ലെന്ന വിശദീകരണവുമായി നേതാക്കൾ രംഗത്തെത്തി. 2 മാസം മുമ്പ് സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നുവെന്നാണ് വിശദീകരണം. റിപ്പോർട്ടർ, മലപ്പുറം.